ഹായ്, വെൽക്കം ടു കുട്ടി സ്റ്റോറീസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ UK ഗവൺമെൻറ് October 14, 2025 പുതിയ ഒരു 5 റൂൾസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു ഫോർ ഇമിഗ്രേഷൻ. സോ അതെല്ലാം അവിടെ ഇവിടെയും ചെതറി കിടക്കുന്നതായിട്ടാണ് ഞാൻ പല റീൽസിലും കണ്ടത്. സോ അതെല്ലാം കൂടെ ഒരുമിച്ച് ഞാൻ പുട്ട് ടുഗെദർ ചെയ്തിട്ട് പറയാം. ആദ്യത്തെ റൂൾ ചേഞ്ച് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻ്റ് ആണ്. നമുക്കിപ്പോൾ കറൻ്റ്ലി വേണ്ടത് B1 ലെവൽ ഓഫ് ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി ആണ്. പക്ഷേ അത് അവർ മാറ്റി ജാനുവരി 2026 മുതൽ B2 ലെവൽ ഓഫ് ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി ആണ് വേണ്ടത്. B2 ലെവൽ എന്ന് പറയുമ്പോൾ IELTS സ്കോർ ഓഫ് ബിറ്റ്വീൻ 5.5 to 6.5 ആൻഡ് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു ഓവറോൾ 6ന് വേണ്ടി എയിം ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോഡ്യൂളിലും 5.5 എന്ന സ്കോറിന്റെ താഴെ പോകാൻ പറ്റത്തില്ല. സോ സ്കിൽ വർക്കർ വിസ, സ്കെയിൽ അപ്പ് വിസ ആൻഡ് ഹൈ പൊട്ടൻഷ്യൽ വിസാസിനൊക്കെയാണ് ഈ റിക്വയർമെന്റ് ഇപ്പം ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അതുപോലെ ഇനി ഇവരുടെ ഇത് മെയിൻ ആപ്ലിക്കൻസിനൊക്കെ ഈ റിക്വയർമെന്റ് ഉണ്ട്. അതല്ലാണ്ട് ഇതിന് ഡിപ്പെൻഡൻസിന് ഈ ലാംഗ്വേജ് റിക്വയർമെന്റ് ഉണ്ടോ എന്നുള്ളതിൽ ഇതുവരെ ക്ലാരിറ്റി വന്നിട്ടില്ല. എനിവേസ് ഞാൻ ഈ ഡോക്യുമെന്റിന്റെ ഒരു ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് അതൊരു ഐ തിങ്ക് ഒരു 112 പേജസിന്റെ ഒരു ഡോക്യുമെന്റ് ആണ്. നിങ്ങൾക്കത് റീഡ് ത്രൂ ചെയ്യാനും പറ്റും. ഞാൻ അതിനകത്തുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും സമറൈസ് ചെയ്ത് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സെക്കൻഡ് ചേഞ്ച് എന്ന് പറയുന്നത് സ്റ്റുഡൻറ് വിസ റിലേറ്റഡ് ആണ്. സോ ഫസ്റ്റ് അതിനകത്ത് തന്നെ 2 ഡിഫറെൻറ്റ് ചേഞ്ചസ് ഉണ്ട്. ഒരെണ്ണം റിലേറ്റഡ് ടു ദ PSW, അതർ വൺ ഇസ് ഫിനാൻഷ്യൽ റിക്വയർമെന്റ്. അപ്പോൾ ആദ്യം ഞാൻ PSWയുടെ കാര്യം പറയാം. PSW ഇപ്പം എല്ലാവർക്കും അറിയുന്ന പോലെ 2 years ആണ്. പക്ഷേ ഫ്രം ജാനുവരി 2027 അത് 18 monthsലോട്ട് ചുരുക്കുന്നതാണ്. എനിക്ക് മനസ്സിലായിടത്തോളം ഇത് ആക്ച്വലി ഇനി അടുത്ത വർഷം ലൈക്ക് 2026 ജാനുവരിയിൽ ഇൻടേക്കിൽ വരുന്ന സ്റ്റുഡൻസിനായിരിക്കും 2027 PSW അപ്ലൈ ചെയ്യുമ്പോൾ അവർക്കത് 18 months ഉണ്ടാകത്തുള്ളൂ എന്നാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. പക്ഷേ നിങ്ങൾക്ക് ഇപ്പം UK പഠിക്കാൻ വരുന്നതിന് മുമ്പ് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ നിങ്ങൾക്കത് കൺഫേം ചെയ്യാൻ പറ്റും എത്രയായിരിക്കും നിങ്ങളുടെ PSW ടൈം എന്നുള്ളത്. അതുപോലെ നെക്സ്റ്റ് തിങ് നമ്മുടെ PhD നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് PhD സ്റ്റുഡൻസിന് ഇത് ആപ്ലിക്കബിൾ അല്ല. അവർ സ്റ്റുഡൻറ് വിസ ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന നെക്സ്റ്റ് ചേഞ്ച് ആണ് ഈ ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സിന്റെ ഇൻക്രീസ്. സോ ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വരുന്ന അപ്കമിങ് ആപ്ലിക്കേഷൻസിന് ഈ ഫിനാൻഷ്യൽ റിക്വയർമെന്റ് ഹൈ ആയിരിക്കും. സോ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയാണോ ചൂസ് ചെയ്യുന്നത് അവരുടെ വെബ്സൈറ്റിലും ഉണ്ടായിരിക്കും ഫിനാൻഷ്യൽ റിക്വയർമെന്റ്. അല്ലെങ്കിൽ UK ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ ഒഫീഷ്യൽ വെബ്സൈറ്റിലും ചെക്ക് ചെയ്താൽ പുതിയ റിക്വയർമെന്റ് അവർ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. തേർഡ് ചേഞ്ച് എന്ന് പറയുന്നത് ഇമിഗ്രേഷൻ സ്കിൽ ചാർജ് ഇൻക്രീസ് ആണ്. സോ ബേസിക്കലി ഇമിഗ്രേഷൻ സ്കിൽ ചാർജ് എന്ന് പറയുന്നത് പേ ചെയ്യുന്നത് നമ്മുടെ എംപ്ലോയേഴ്സ് ആയിരിക്കും. സോ ഒരു എംപ്ലോയിനെ ഹയർ ചെയ്ത് അവർക്ക് സ്പോൺസർഷിപ്പ് കൊടുക്കണമെങ്കിൽ ഇത്രയും എമൗണ്ട് ആണ് ഈ പെർട്ടിക്കുലർ ISC എന്ന് പറയുന്ന ചാർജ് നമ്മുടെ എംപ്ലോയേഴ്സ് ആണ് പേ ചെയ്യേണ്ടത്. സോ ദാറ്റ് ഹാസ് ഇൻക്രീസ്ഡ് ബൈ 32%. സോ ദാറ്റ് ഈസ് എന്താ പറയുക ഭയങ്കര ഒരു ഹ്യൂജ് എമൗണ്ട് ഒരാളെ സ്പോൺസർ ചെയ്ത് ഇങ്ങോട്ടേനെ കൊണ്ടുവരണമെങ്കിൽ കമ്പനീസ് പേ ചെയ്യണം. സോ ബേസിക്കലി UK ഗവൺമെന്റ് ഈ റൂൾ കൊണ്ടുവരാനുള്ള റീസൺ തന്നെ മൈഗ്രൻസിന്റെ ഇൻടേക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഇവിടുത്തെ ആൾക്കാർക്ക് കൂടുതൽ ജോലി ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ് അവർ ഇത് ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത്. സോ ഫോർത്ത് ചേഞ്ച് എന്ന് പറയുന്നത് ബോട്സ്വാന നാഷണൽസിന് വേണ്ടിയിട്ടുള്ള ഒരു വിസ റിക്വയർമെന്റ് ആണ്. സോ അത് നമുക്ക് അത്രയും ഇമ്പാക്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും പറയുന്നില്ല. ബേസിക്കലി ബോട്സ്വാന നാഷണാലിറ്റി ഉള്ളവർക്ക് ഇനി UK ട്രാവൽ ചെയ്യണമെങ്കിൽ ഈവൻ ഫോർ ഷോർട്ട് വിസിറ്റ്സിന് വേണ്ടിയിട്ട് വരെ അവർക്ക് വിസ ആവശ്യമാണ്. ദാറ്റ് സ്റ്റാർട്ട്സ് ഫ്രം October 14, 2025. ഫിഫ്ത്ത് ആൻഡ് ദ ലാസ്റ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ UK ഗ്ലോബൽ ടാലന്റിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നേക്കുന്ന കുറച്ച് വിസ ചേഞ്ചസ് ആണ്. സോ അതിനകത്ത് 3 ടൈപ്പ് ഓഫ് വിസ ഉണ്ട്. സോ അതിൻ്റെ ആ വിസ റൂട്ട്സ് എല്ലാം എക്സ്പാൻഡ് ചെയ്യാനുള്ള ചേഞ്ചസ് ആണ്. സോ അതിനകത്ത് ഫസ്റ്റ് വിസ എന്ന് പറയുന്നത് ഹൈ പൊട്ടൻഷ്യൽ ഇൻഡിവിജ്വൽ വിസയാണ്. സോ ആ റൂട്ട് എക്സ്പാൻഡ് ചെയ്യാനുള്ള ചേഞ്ച് ആണ് വന്നേക്കുന്നത്. അത് സോ ബേസിക്കലി അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡിലുള്ള ടോപ്പ് 100 യൂണിവേഴ്സിറ്റീസിൽ നിന്നുള്ള സ്റ്റുഡൻസിന് UK വരാൻ വേണ്ടിയിട്ട് ഈ വിസ അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ബേസിക്കലി ഈ വിസ ഈസ് ഫോർ 2 years. ഈ വിസയിൽ വരുന്നവർക്ക് ഒരു ജോബ് ഓഫറിൻ്റെയോ അല്ലെങ്കിൽ സ്പോൺസർഷിപ്പിൻ്റെയോ ആവശ്യമില്ല. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് 2 years അവർക്ക് ഇനിയും UK കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും അവരെ സ്പോൺസർ ചെയ്യണം. പക്ഷേ ഇതിനകത്ത് വേഴ്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ഒരു യൂണിവേഴ്സിറ്റി പോലും ഈ ടോപ്പ് 100
യൂണിവേഴ്സിറ്റീസിൽ ഇല്ല. ഗ്ലോബൽ ടാലൻസിനെ അട്രാക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇവർ രണ്ടാമത് കൊണ്ടുവന്നേക്കുന്ന ഒരു പുതിയ പാത്വേ ആണ് ഓൺട്രപ്രണർ പാത്വേ എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിന്, ഇപ്പോൾ ഇവിടെയുള്ള സ്റ്റുഡൻസിന് ഈ സ്റ്റുഡൻറ് വിസയിൽ നിന്ന് നല്ല ഒരു ബിസിനസ് ഐഡിയയും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ ഉള്ള സ്റ്റുഡൻറ് വിസയിൽ നിന്ന് ഇന്നോവേറ്റർ ഓൺട്രപ്രണർ വിസയിലോട്ട് കൺവേർട്ട് ചെയ്യാം. പക്ഷേ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഇനി വരുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ അവർ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. മൂന്നാമത്തെ ചേഞ്ച് വന്നേക്കുന്നത് തന്നെ ഗ്ലോബൽ ടാലന്റ് വിസ റൂട്ട് എൻഹാൻസ്മെന്റ്സ് ആണ്. സോ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ലിസ്റ്റ് ഓഫ് പ്രൈസസ് ഒക്കെ അച്ചീവ് ചെയ്യാനായിരുന്നു. അതുപോലെ ഇതിന് വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി ഭയങ്കര ഹൈ ആയിരുന്നു. പക്ഷെ അവർ അത് കുറച്ചും കൂടെ ബ്രോഡൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെറ്റ് ഓഫ് പ്രൈസസ് ടു ബി അച്ചീവ്ഡ് ഒക്കെ അവർ കൂട്ടിയിട്ടുണ്ട്. ആ ലിസ്റ്റ് ഒക്കെ അവർ കൂട്ടിയിട്ടുണ്ട്. സോ ദാറ്റ് കൂടുതൽ ആൾക്കാർ ഈ വിസ ത്രൂ ഇങ്ങോട്ടേന് വരാൻ വേണ്ടിയിട്ട്. സോ അവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ആർക്കിടെക്ട്സ്, റിസർച്ചേഴ്സ്, അതുപോലെ തന്നെ TV ആർട്ടിസ്റ്റ്, മൂവി റിലേറ്റഡ് ആൾക്കാരൊക്കെയാണ് അവർ കൂടുതൽ ഈ വിസ വഴി അവർ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. കൂടുതലായിട്ടുള്ള UK അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ലൈക്ക് മൈ വീഡിയോസ്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.